നിങ്ങൾ നൽകിയ സ്രോതസ്സുകളെ അടിസ്ഥാനമാക്കി പതഞ്ജലിയുടെ യോഗയെക്കുറിച്ചുള്ള നമ്മുടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മളിൽ മിക്കവരും യോഗ എന്ന് കേൾക്കുമ്പോൾ എന്താ മനസ്സിൽ വരുന്നത്? തലകുത്തി നിൽക്കുന്നതോ അല്ലെങ്കിൽ ശരീരം വില്ലുപോലെ വളയ്ക്കുന്നതോ ആയ ചിത്രങ്ങളൊക്കെയാണ്. പക്ഷേ നിങ്ങൾ പങ്കുവച്ച ഈ ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നത് യോഗയുടെ യഥാർത്ഥ ലോകം അതിലും എത്രയോ ആഴമേറിയ ഒന്നാണെന്നാണ്. അപ്പൊ നമ്മളിന്ന് തുറന്നു നോക്കാൻ പോകുന്നത് പതഞ്ജലി യോഗസൂത്രങ്ങൾ എന്നൊരു അടിസ്ഥാന ഗ്രന്ഥമാണ്. അതെ, ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് പതഞ്ജലി മഹർഷി ഒരുമിച്ച് ചേർത്ത ഈ സൂത്രങ്ങൾ ശരിക്കും മനസ്സിനെ എങ്ങനെ മെരിക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു കൈപ്പുസ്തകമാണ്. തീർച്ചയായും ലോകത്തിലെ ആദ്യത്തെ ഒരു സൈക്കോളജി ടെക്സ്റ്റ് ബുക്ക് എന്ന് വരെ ഇതിനെ പലരും വിശേഷിപ്പിക്കാറുണ്ട്. അതെ, നമ്മുടെ ഒരു ദൗത്യം ലളിതമാണ്. ഇന്ന് ലോകം ആഘോഷിക്കുന്ന യോഗയും പതഞ്ജലി വിവരിക്കുന്ന ആ യോഗയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടെത്തുക. കൃത്യം, ലക്ഷ്യം അതുതന്നെയാണ്. യോഗ എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം തന്നെ ചേർക്കൽ അല്ലെങ്കിൽ ഒന്നിപ്പിക്കൽ എന്നൊക്കെയാണ്. പക്ഷെ ചോദ്യം ഇതാണ്, എന്തിനെ എന്തുമായിട്ടാണ് ചേർക്കേണ്ടത്? പതഞ്ജലിയുടെ കാഴ്ചപ്പാടിൽ ഇത് കേവലം ശരീരം വളയ്ക്കുന്ന ഒരു വ്യായാമമല്ല, മറിച്ച് ചിതറിത്തെറിച്ചു പോകുന്ന നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് നമ്മുടെ യഥാർത്ഥ സ്വത്വവുമായി ഒന്നിപ്പിക്കാനുള്ള ഒരു ശാസ്ത്രീയ മാർഗമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ കാതലിൽ നിന്ന് തന്നെ തുടങ്ങാം. യോഗസൂത്രങ്ങളിലെ രണ്ടാമത്തെ സൂത്രം തന്നെ അതിന്റെ നിർവചനമാണല്ലോ. അതെ, യോഗശ്ചിത്തവൃത്തി നിരോധഃ. ആ വാക്ക് കേൾക്കാൻ കുറച്ച് കടുപ്പമുള്ള വാക്കാണ്. എന്താണ് ഇതുകൊണ്ട് ലളിതമായി അർത്ഥമാക്കുന്നത്? വളരെ ലളിതമായി പറഞ്ഞാൽ, മനസ്സിലുണ്ടാകുന്ന ചിന്തകളുടെയും വികാരങ്ങളുടെയും ഓളങ്ങളെ നിയന്ത്രിക്കുന്നതാണ് യോഗ. നമ്മുടെ മനസ്സ് എപ്പോഴും ഇളകിമറിയുന്ന ഒരു തടാകം പോലെയാണെന്ന് ഒന്ന് സങ്കല്പിക്കുക. ശരി. ഓരോ ചിന്തയും, ഓരോ വികാരവും, ഓരോ ഓർമ്മയും ആ തടാകത്തിൽ വീഴുന്ന ഓരോ കല്ലുകളാണ്. അവ ഉണ്ടാക്കുന്ന ഓളങ്ങളെയാണ് ചിത്തവൃത്തികൾ എന്ന് പറയുന്നത്. തടാകത്തിന്റെ ഉപമ കൊള്ളാം. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. നമ്മുടെ ചിന്തകളെ പൂർണ്ണമായി ഇല്ലാതാക്കാനാണോ യോഗ പറയുന്നത്? അതോ ആ തിരമാലകൾ ഉണ്ടായാലും അതിൽപ്പെട്ട് ഒലിച്ചു പോകാതെ ഒരു സർഫറെ പോലെ അതിന് മുകളിൽ നിൽക്കാൻ പഠിപ്പിക്കുകയാണോ ചെയ്യുന്നത്? കാരണം ചിന്തകളില്ലാത്തൊരവസ്ഥ എന്നത് അത് ചിന്തിക്കാൻ പോലും പ്രയാസമാണ്. വളരെ നല്ലൊരു ചോദ്യമാണത്. ലക്ഷ്യം ചിന്തകളെ ഇല്ലാതാക്കുക എന്നതിലുപരി ആ ചിന്തകളുടെ അടിമയാകാതിരിക്കുക എന്നതാണ്. തടാകത്തിലെ വെള്ളം പൂർണ്ണമായും നിശ്ചലമാകുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ അടിത്തട്ട് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ശരിയാണ്. അതുപോലെ നമ്മുടെ ചിത്തവൃത്തികൾ, അതായത് ഈ മാനസിക ഓളങ്ങൾ ശാന്തമാകുമ്പോൾ ദ്രഷ്ടാവ്, അതായത് നമ്മുടെ യഥാർത്ഥ ഞാൻ സ്വന്തം സ്വരൂപത്തിൽ പ്രകാശിക്കുന്നു. സാധാരണഗതിയിൽ നമ്മൾ ആ ഓളങ്ങളെയാണ് ഞാനെന്ന് തെറ്റിദ്ധരിക്കുന്നത്. ഉദാഹരണത്തിന്, ഞാൻ ദേഷ്യപ്പെടുന്നു, ഞാൻ സന്തോഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ വൃത്തികളുമായി താതാത്മ്യം പ്രാപിക്കുകയാണ്. യോഗ നമ്മളെ അതിൽ നിന്ന് വേർപെട്ട് ആ ഓളങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു സാക്ഷിയാകാൻ സഹായിക്കുന്നു. ശരി. അപ്പോ മനസ്സ് ഒരു ഇളകിമറിയുന്ന തടാകമാണെങ്കിൽ അതിനെ ശാന്തമാക്കാൻ വെറുതെ നോക്കിയിരുന്നാൽ മതിയോ? അതിനെ അടക്കി നിർത്താൻ പതഞ്ജലി എന്തെങ്കിലും ടൂൾസ് നമുക്ക് തരുന്നുണ്ടോ? തീർച്ചയായും. വെറുതെ ആഗ്രഹിച്ചാൽ മാത്രം മനസ്സ് ശാന്തമാകില്ല. അതിന് 2 പ്രധാന ടൂളുകളാണ് പതഞ്ജലി മുന്നോട്ട് വെക്കുന്നത്: അഭ്യാസം, പിന്നെ വൈരാഗ്യം. അഭ്യാസം എന്നാൽ മനസ്സിനെ ശാന്തമായ ഒരു അവസ്ഥയിൽ നിർത്താനുള്ള നിരന്തരമായ ഒരു സ്ഥിരമായ പരിശീലനമാണ്. ഓക്കെ, അഭ്യാസം മനസ്സിലായി. എന്നാൽ ഈ വൈരാഗ്യം എന്ന വാക്ക് കേൾക്കുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോകുന്ന ഒരു സന്യാസിയുടെ ചിത്രമാണ് മനസ്സിൽ വരുന്നത്. അതാണോ ഉദ്ദേശിക്കുന്നത്? പിന്നെ ഈ അഭ്യാസവും വൈരാഗ്യവും ഒരുമിച്ച് പോകണം എന്ന് പറയുമ്പോൾ അതൊരു വിരോധാഭാസം പോലെ തോന്നുന്നില്ലേ? ഒന്നിലൊരു കാര്യം ചെയ്യാൻ കഠിനമായി ശ്രമിക്കുന്നു, അതായത് അഭ്യാസം. മറ്റൊന്നിൽ ഒന്നിനോടും ആസക്തി പാടില്ലെന്നും പറയുന്നു. ഇത് രണ്ടും എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുക? അതൊരു വിരോധാഭാസമല്ല, മറിച്ച് ഒരു തുഴമഞ്ചിയിലെ 2 തുഴകൾ പോലെയാണ്. ഒന്ന് മറ്റൊന്നിനെ പൂർണ്ണമാക്കുന്നു. അഭ്യാസം എന്നത് നമ്മളെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് നയിക്കുന്ന തുഴയാണ്. എന്നാൽ വൈരാഗ്യം എന്നത് വഞ്ചി കാറ്റിലും ഒഴുക്കിലും പെട്ട് വഴിതെറ്റിപ്പോകാതെ നിയന്ത്രിക്കുന്ന ഒരു ചുക്കാൻ പോലെയാണ്. വൈരാഗ്യം എന്നാൽ എല്ലാം ഉപേക്ഷിക്കലെന്നല്ല അതിനർത്ഥം, മറിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ബാഹ്യ വസ്തുക്കളോടുള്ള അമിതമായ ആസക്തി ഉപേക്ഷിക്കലാണ്. ഒരു ഉദാഹരണം പറയാമോ? പറയാം. ഒരു പുരസ്കാരം കിട്ടാൻ വേണ്ടി നിങ്ങൾ കഠിനമായി പരിശീലിക്കുന്നു, അത് അഭ്യാസം. എന്നാൽ ആ പുരസ്കാരം കിട്ടിയില്ലെങ്കിൽ തകർന്നു പോകാതെ ആ പ്രയത്നത്തിൽ തന്നെ ഒരു സംതൃപ്തി കണ്ടെത്തുന്നതാണ് വൈരാഗ്യം.
അഭ്യാസം കൊണ്ട് ഒരു സമാധാനപരമായ അവസ്ഥയിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ വൈരാഗ്യം ആ അവസ്ഥയിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ സഹായിക്കുന്നു. അപ്പോൾ പതഞ്ജലി നമുക്കൊരു മാപ്പ് തരികയാണ്. ലക്ഷ്യം മനസ്സിന്റെ പൂർണ്ണമായ ശാന്തത. അതെ, അതിലേക്ക് എത്താനുള്ള 2 പ്രധാന ടൂളുകളാണ് അഭ്യാസവും വൈരാഗ്യവും. പക്ഷേ ഇതെങ്ങനെ പ്രായോഗികമാക്കാം? അതിനൊരു ഘടനയുണ്ടോ? ഉണ്ട്. അവിടെയാണ് പതഞ്ജലിയുടെ ഏറ്റവും വലിയ സംഭാവനയായ അഷ്ടാംഗ യോഗം വരുന്നത്. ആത്മീയമായ പുരോഗതിയിലേക്കുള്ള 8 പടികളുള്ള ഒരു പ്രായോഗിക പദ്ധതിയാണിത്. ഇതൊരു ലിസ്റ്റ് എന്നതിലുപരി ഒരു യാത്രയുടെ വിവിധ ഘട്ടങ്ങളാണ്. 8 പടികൾ. അതെ, നമുക്കിതിനെ ഒരു എളുപ്പത്തിന് 3ആയി തിരിക്കാം. ആദ്യത്തേത് ഒരുക്കങ്ങൾ, രണ്ടാമത്തേത് പരിശീലനം, മൂന്നാമത്തേത് ആന്തരികമായ അനുഭവം. കൊള്ളാം. ആ രീതിയിൽ കേൾക്കുമ്പോൾ കൂടുതൽ വ്യക്തതയുണ്ട്. അപ്പോൾ എന്താണ് ആ ആദ്യത്തെ സ്റ്റേജ്, ആ ഒരുക്കങ്ങൾ? ആദ്യത്തെ 2 പടികളായ യമം, നിയമം എന്നിവയാണ് ആ ഒരുക്കങ്ങൾ. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അടിത്തറ പാകുന്നത് പോലെയാണ്. ഫൗണ്ടേഷൻ. അതെ, ഫൗണ്ടേഷൻ. യമം എന്നത് നമ്മൾ മറ്റുള്ളവരുമായി എങ്ങനെ ഇടപെടണം എന്നതിനെ കുറിച്ചുള്ള 5 സാമൂഹിക നിയമങ്ങളാണ്. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ഒരു നിമിഷം, ഈ അപരിഗ്രഹം അഥവാ അത്യാഗ്രഹമില്ലായ്മ എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ ഈ ഒരു ഉപഭോക്തൃ സമൂഹത്തിൽ, അതായത് കൺസ്യൂമറിസ്റ്റ് സൊസൈറ്റിയിൽ എത്രത്തോളം പ്രായോഗികമാണ്? ഒരു പുതിയ ഫോൺ ഇറങ്ങുമ്പോൾ അത് വാങ്ങാൻ തോന്നുന്നത് അപരിഗ്രഹത്തിനെതിരാണോ? വളരെ പ്രസക്തമായ ചോദ്യമാണ്. പതഞ്ജലിയുടെ കാഴ്ചപ്പാടിൽ ഒരു പുതിയ ഫോൺ വാങ്ങുന്നത് തെറ്റല്ല. പക്ഷേ ആ ഫോൺ കിട്ടിയാലേ എനിക്ക് സന്തോഷം ലഭിക്കൂ എന്ന ചിന്തയാണ് പ്രശ്നം. നമ്മുടെ സന്തോഷം ഒരു വസ്തുവിൽ കെട്ടിയിടുമ്പോഴാണ് അത് അത്യാഗ്രഹമാകുന്നത്. ഓക്കേ, മനസ്സിലായി. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും ആവശ്യവും ആഗ്രഹവും തമ്മിൽ തിരിച്ചറിയാനുമുള്ള കഴിവിനാണ് ഇവിടെ പ്രാധാന്യം. ഇത് നമ്മുടെ മാനസികമായ ഭാരം കുറയ്ക്കും. ശരി. അപ്പോൾ നിയമം എന്നത് വ്യക്തിപരമായ അച്ചടക്കമാണല്ലേ? നമ്മൾ നമ്മളോട് തന്നെ എങ്ങനെ പെരുമാറണമെന്നുള്ളത്. അതെ, നിയമത്തിലും 5 കാര്യങ്ങളുണ്ട്. ശൗചം, അതായത് ശരീരത്തിന്റെയും മനസ്സിന്റെയും ശുചിത്വം. പിന്നെ സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രാണിധാനം. ഈ ഈശ്വര പ്രാണിധാനം എന്ന വാക്ക് കേൾക്കുമ്പോൾ പലർക്കും ഒരു പ്രത്യേക മതവിശ്വാസവുമായി ബന്ധപ്പെട്ടതാണെന്ന് തോന്നാം. പതഞ്ജലി എന്താണ് അതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? അതൊരു പൊതുവായ തെറ്റിദ്ധാരണയാണ്. പതഞ്ജലിയുടെ യോഗസൂത്രങ്ങൾ ഒരു മതഗ്രന്ഥമല്ല. ഇവിടെ ഈശ്വരൻ എന്നത് ഒരു പ്രത്യേക ദൈവമല്ല. അത് നമ്മളെക്കാൾ വലിയൊരു പ്രപഞ്ചശക്തിയോ പ്രകൃതിയോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ തന്നെ ഉയർന്ന ബോധമോ ആകാം. ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്ന അഹംഭാവം ഉപേക്ഷിച്ച് ഫലത്തെ ആ വലിയ ശക്തിക്ക് സമർപ്പിക്കുന്നതിനാണ് ഇവിടെ ഈശ്വര പ്രണിധാനം എന്ന് പറയുന്നത്. ഇത് മനസ്സിനെ വിനയാൻവിതമാക്കാനും ഫലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ കുറയ്ക്കാനും സഹായിക്കും. അപ്പോ യമവും നിയമവും എന്ന അടിത്തറ ഭദ്രമായാൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഇനിയാണ് നമ്മൾ ശരിക്കുള്ള പരിശീലനത്തിലേക്ക് വരുന്നത്. അതിലെ 3ാമത്തെ പടിയാണ് ആസനം. നമ്മളിൽ ഭൂരിഭാഗവും യോഗ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർക്കുന്നതും ഇതാണ്. അതെ, പക്ഷെ ഇവിടെയാണ് ഏറ്റവും വലിയ വ്യത്യാസം വരുന്നത്. അതെന്താണ്? പതഞ്ജലിയുടെ അഭിപ്രായത്തിൽ ആസനം എന്നാൽ സ്ഥിരം സുഖം ആസനം. അതായത് ധ്യാനത്തിനു വേണ്ടി സുസ്ഥിരവും സുഖപ്രദവുമായൊരു ഇരിപ്പ്. ഇരിപ്പോ? അതെ, ഒരിരിപ്പ്. യാതൊരുവിധ ശാരീരിക അസ്വസ്ഥതകളും ഇല്ലാതെ, വേദനയില്ലാതെ, ഇളകാതെ ദീർഘനേരം ഇരിക്കാൻ കഴിയുന്നൊരവസ്ഥ. ഒരു മിനിറ്റ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് നമ്മൾ ഈ ജിമ്മിലൊക്കെ കാണുന്ന ആ കഠിനമായ യോഗ പോസുകൾക്കൊന്നും പതഞ്ജലിയുടെ യോഗയുമായി നേരിട്ട് വലിയ ബന്ധമില്ലെന്നാണോ? ധ്യാനിക്കാൻ വേണ്ടി സുഖമായ ഒരിടത്തിരിക്കുക, അത്രയുള്ളൂ ആസനം. ഇത് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും ധാരണകൾ മാറിമറിയുമല്ലോ. പതഞ്ജലിയുടെ യോഗസൂത്രങ്ങളിലെ നിർവചനം അതാണ്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം മനസ്സിനെ നിയന്ത്രിക്കലാണ്. അതിന് ശരീരം ഒരു തടസ്സമാകരുത്. മണിക്കൂറുകളോളം ധ്യാനത്തിലിരിക്കുമ്പോൾ കാല് കഴയ്ക്കുകയോ നടുവ് വേദനിക്കുകയോ ചെയ്താൽ ശ്രദ്ധ പതറും. ശരിയാണ്. അതിനാൽ ശരീരത്തെ സുസ്ഥിരവും സുഖപ്രദവുമായ ഒരിരിപ്പിന് പാകപ്പെടുത്തുക എന്നതാണ് ആസനത്തിന്റെ ലക്ഷ്യം. അപ്പോൾ ഇന്ന് കാണുന്നതോ? ഇന്ന് കാണുന്ന പല സങ്കീർണമായ ആസനങ്ങളും പിന്നീട് വന്ന ഹഠയോഗ പാരമ്പര്യത്തിൽ നിന്നുള്ളതാണ്. അവ ശരീരത്തിന് ഒരുപാട് ഗുണകരമാണെങ്കിലും പതഞ്ജലിയുടെ അഷ്ടാംഗ യോഗയിൽ ആസനത്തിന്റെ സ്ഥാനം ഇതാണ്. ശരി. സുസ്ഥിരമായ ഇരിപ്പ് സാധ്യമായാൽ അടുത്തപടി പ്രാണായാമമാണ്, ശ്വാസത്തിന്റെ നിയന്ത്രണം. അതെ, ശരീരത്തെ നിയന്ത്രിച്ചാൽ അടുത്തത് പ്രാണനെ അഥവാ
നമ്മുടെ ജീവശക്തിയെയാണ് നിയന്ത്രിക്കേണ്ടത്. അതിന്റെ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ശ്വാസഗതിയെ നിയന്ത്രിക്കുക എന്നത്. നമ്മുടെ മനസ്സും ശ്വാസവും തമ്മിലൊരു ബന്ധമുണ്ടല്ലോ അല്ലേ? നേരിട്ടുള്ള ബന്ധമുണ്ട്. നമ്മൾ ദേഷ്യപ്പെടുമ്പോഴോ ഭയപ്പെടുമ്പോഴോ നമ്മുടെ ശ്വാസം വേഗത്തിലാകും. ശാന്തമായിരിക്കുമ്പോൾ ശ്വാസം സാവധാനത്തിലാകും. അപ്പോൾ ശ്വാസത്തെ ബോധപൂർവം നിയന്ത്രിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിനെയും ശാന്തമാക്കാൻ കഴിയും. ഈ പരിശീലന ഘട്ടത്തിലെ അവസാനത്തെ പടിയാണ് പ്രത്യാഹാരം. ഈ വാക്കത്ര പരിചിതമല്ല. പ്രത്യാഹാരം എന്നാൽ ഇന്ദ്രിയങ്ങളെ ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് ഉള്ളിലേക്ക് തിരിക്കുക എന്നതാണ്. അതായത് നമ്മുടെ കണ്ണ്, കാത്, മൂക്ക് പോലുള്ള ഇന്ദ്രിയങ്ങൾ എപ്പോഴും പുറത്തേക്ക് തുറന്നിരിക്കുകയാണല്ലോ. പുറത്തുള്ള കാഴ്ചകളും ശബ്ദങ്ങളും നമ്മുടെ ശ്രദ്ധയെ നിരന്തരം ആകർഷിച്ചുകൊണ്ടിരിക്കും. ആ നിമിഷം നമ്മുടെ ശ്രദ്ധ പുറത്തേക്ക് പോയി. പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ ആ നോട്ടിഫിക്കേഷൻ അവഗണിച്ച് ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധിക്കാനുള്ള കഴിവാണ്. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് അതൊരു സൂപ്പർ പവർ തന്നെയാണ്. അതെ, തീർച്ചയായും. അപ്പോൾ അഷ്ടാംഗയോഗയിലെ അവസാനത്തെ 3 പടികളും പൂർണ്ണമായും ആന്തരികമായ ഒരു യാത്രയാണ്. ധാരണ, ധ്യാനം, സമാധി. അതെ, ഇവ 3 ചേർന്നതിനെ സംയമം എന്ന് പറയും. ഇത് യോഗയുടെ ഏറ്റവും സൂക്ഷ്മമായ തലമാണ്. പ്രത്യാഹാരത്തിലൂടെ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് തിരിച്ചാൽ അടുത്ത പടി ധാരണയാണ്. അതായത് മനസ്സിനെ ഒരു പ്രത്യേക ബിന്ദുവിൽ ഉറപ്പിച്ചു നിർത്തുക. ഏതെങ്കിലും ഒന്നിൽ. അതെ, അത് നമ്മുടെ ശ്വാസത്തിലാകാം, പുരികങ്ങളുടെ മധ്യത്തിലാകാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു രൂപത്തിലാകാം. മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോകാതെ ഒരിടത്ത് നിർത്താനുള്ള ഒരു ശ്രമം. ആ ശ്രമം വിജയിക്കുമ്പോഴാണോ ധ്യാനം സംഭവിക്കുന്നത്? കൃത്യമായി. ആ ഏകാഗ്രതയുടെ തടസ്സമില്ലാത്ത ഒഴുക്കാണ് ധ്യാനം. ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് എണ്ണയൊഴിക്കുമ്പോ അത് മുറിഞ്ഞു പോകാതെ ഒഴുക്കുന്നത് പോലെ. നല്ല ഉപമ. ചിന്തകൾ ആ ഒരു വിഷയത്തിൽ മാത്രം വ്യതിചലിക്കാതെ ഒഴുകുന്ന അവസ്ഥ. അവിടെ ഞാൻ ഏകാഗ്രതയോടെ ഇരിക്കാൻ ശ്രമിക്കുന്നു എന്ന ബോധം പോലും ഇല്ലാതാകും. അപ്പോൾ 8ാമത്തെയും അവസാനത്തെയുമായ പടി സമാധി. അതെന്താണ്? സമാധിയിൽ ധ്യാനിക്കുന്ന വ്യക്തി, ധ്യാനിക്കുന്ന വിഷയം, ധ്യാനം എന്ന പ്രക്രിയ, ഇവ 3 തമ്മിലുള്ള വേർതിരിവില്ലാതായി ഒന്നായിത്തീരുന്നു. അതെ, അവിടെ ഞാൻ ധ്യാനിക്കുന്നു എന്ന ബോധം പൂർണ്ണമായും അപ്രത്യക്ഷമാകും. തടാകത്തിലെ ഓളങ്ങൾ പൂർണ്ണമായും അടങ്ങി വെള്ളം തടാകവുമായി ഒന്നായിത്തീരുന്നതുപോലെ വ്യക്തിബോധം പ്രപഞ്ചബോധത്തിൽ ലയിക്കുന്ന അവസ്ഥയാണിത്. ഇതാണ് പതഞ്ജലിയുടെ യോഗയുടെ പരമമായ ലക്ഷ്യം. ഇത് കേൾക്കുമ്പോ യോഗ എന്നത് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ തുടങ്ങി ശരീരത്തിലൂടെയും ശ്വാസത്തിലൂടെയും കടന്നുപോയി മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒടുവിൽ ബോധത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തുന്ന ഒരു സമ്പൂർണ്ണ യാത്രയാണെന്ന് വ്യക്തമാണ്. പക്ഷെ ഈ യാത്ര അത്ര എളുപ്പമായിരിക്കില്ലല്ലോ. വഴിയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടാകില്ലേ? തീർച്ചയായും. ആ യാത്രയിലെ തടസ്സങ്ങളെക്കുറിച്ചും പതഞ്ജലി വ്യക്തമായി പറയുന്നുണ്ട്. അദ്ദേഹം 9 വിഘ്നങ്ങളെക്കുറിച്ച്, അതായത് അന്തരായങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രോഗം, മടി, സംശയം, അലസത എന്നിവയെല്ലാം അതിൽ ചിലതാണ്. അതൊക്കെ നമുക്ക് പരിചിതമായ തടസ്സങ്ങളാണ്. എന്നാൽ നിങ്ങൾ തന്ന സോഴ്സുകളിൽ തെറ്റായ ധാരണകൾ, നേടിയ നിലയിൽ നിന്ന് വഴുതിപ്പോകൽ എന്നൊക്കെ കാണുന്നുണ്ട്. അത് കുറച്ചുകൂടി സങ്കീർണമാണല്ലോ. അതെ, അതിലൊരു പ്രധാന തടസ്സമാണ് സംശയം. ഇത് ഈ മാർഗത്തിലുള്ള വിശ്വാസക്കുറവും മാത്രമല്ല, എനിക്കിത് സാധിക്കുമോ എന്ന ആത്മവിശ്വാസമില്ലായ്മ കൂടിയാണ്. ഈ സംശയമുള്ളിടത്തോളം കാലം നമ്മുടെ അഭ്യാസം അഥവാ പരിശീലനം പൂർണ്ണമായിരിക്കില്ല. മറ്റൊന്നാണ് അനവസ്ഥിതത്വാനി, അതായത് നേടിയ ഒരു നിലയിൽ നിന്ന് വഴുതിപ്പോകൽ. അത് പലർക്കും സംഭവിക്കുന്നതാണ്. അതെ, കുറച്ചുനാൾ ധ്യാനമൊക്കെ ചെയ്ത് നല്ല ഒരു മാനസികാവസ്ഥയിൽ എത്തിയ ശേഷം വീണ്ടും പഴയ ശീലങ്ങളിലേക്ക് വഴുതിപ്പോകുന്ന അവസ്ഥയാണിത്. അപ്പോൾ ഈ തടസ്സങ്ങളെ മറികടക്കാൻ എന്താണ് വഴി? വീണുപോയാൽ എഴുന്നേൽക്കാൻ പതഞ്ജലി എന്തെങ്കിലും ഉപായം പറഞ്ഞു തരുന്നുണ്ടോ? ഉണ്ട്. ഏക തത്വാഭ്യാസ, അതായത് ഏതെങ്കിലും ഒരു തത്വത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. ചിതറിപ്പോകുന്ന മനസ്സിനെ ഒരിടത്തേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു പരിശീലനമാണിത്. അതിനൊപ്പം വളരെ പ്രായോഗികമായ മറ്റൊരു ഉപദേശം കൂടിയുണ്ട്. നമ്മുടെ മനോഭാവങ്ങളെ മാറ്റുക. അതെങ്ങനെ? സന്തോഷമുള്ളവരോട് സൗഹൃദവും മൈത്രി, ദുഃഖിക്കുന്നവരോട് കരുണയും, പുണ്യം ചെയ്യുന്നവരോട് സന്തോഷവും, മുദിതം, തെറ്റ്
തെറ്റ് ചെയ്യുന്നവരോടൊരു ഉപേക്ഷയും നിസ്സംഗത പുലർത്തുന്നത് നമ്മുടെ മനസ്സിനെ പ്രസാദാത്മകവും ശുദ്ധവുമായി നിലനിർത്താൻ സഹായിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഇത് യോഗ മാറ്റിൽ മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പരിശീലിക്കേണ്ട ഒന്നാണ്. തീർച്ചയായും. അപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാം കൂടി ഒന്ന് ചുരുക്കി പറയാം. പതഞ്ജലിയെ സംബന്ധിച്ചിടത്തോളം യോഗ എന്നത് ശരീരത്തിന്റെ വഴക്കമല്ല, മറിച്ച് മനസ്സിന്റെ നിയന്ത്രണമാണ്. അതെ. നമ്മുടെ ഉള്ളിലെ ചിന്തകളുടെയും വികാരങ്ങളുടെയും കോലാഹലങ്ങളെ അടക്കി യഥാർത്ഥ സ്വരൂപത്തെ കണ്ടെത്താനുള്ള ഒരു ശാസ്ത്രീയവും പ്രായോഗികവുമായ മാർഗമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അഷ്ടാംഗ യോഗം അതിലേക്കുള്ളൊരു സമ്പൂർണ്ണ വഴികാട്ടിയാണ്. കൃത്യമായി പറഞ്ഞാൽ യോഗയൊരു ചേരലാണ്. വ്യക്തിഗതമായ ബോധവും പ്രപഞ്ചബോധവും തമ്മിലുള്ള ഒരു ചേരൽ. ഈ യാത്ര തുടങ്ങുന്നത് നമ്മൾ ലോകത്തോടും നമ്മളോടും എങ്ങനെ പെരുമാറുന്നു എന്ന ധാർമ്മികമായ അടിത്തറയിൽ നിന്നാണ്. അത് ശരീരത്തെയും ശ്വാസത്തെയും ഇന്ദ്രിയങ്ങളെയും ഒരുക്കി ഒടുവിൽ സമാധി എന്ന പൂർണ്ണമായ ലയനത്തിൽ അവസാനിക്കുന്നു. നിങ്ങൾ നൽകിയ സ്രോതസ്സുകളിലൂടെയും നമ്മുടെ ഈ സംഭാഷണത്തിലൂടെയും ഒരു കാര്യം വ്യക്തമാണ്. പതഞ്ജലി ആസനത്തെ നിർവചിക്കുന്നത് ധ്യാനത്തിനുള്ള സുസ്ഥിരമായ ഒരു ഇരിപ്പ് എന്ന് മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് നാം കാണുന്ന യോഗയിലെ ശാരീരികമായ ആസനങ്ങൾക്കുള്ള അതിപ്രാധാന്യത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആധുനിക യോഗ പരിശീലനം അതിന്റെ എല്ലാ ശാരീരിക ഘടകങ്ങളോടും കൂടി പതഞ്ജലിയുടെ യഥാർത്ഥ ലക്ഷ്യമായ ചിത്തവൃത്തി നിരോധത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുകയാണോ, അതോ അതിൽ നിന്ന് അകറ്റി ശരീരത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മറ്റൊന്നായി മാറുകയാണോ?